ഇത് ജെറുസലേം ധ്യാന കേന്ദ്രം. വേദനിപ്പിക്കുന്ന ഭൂതകാലവും ആശങ്കയുണർത്തുന്ന ഭാവിയും അസ്വാസ്ഥ്യജനകമായ വർത്തമാനവും ഒരുവനെ വേട്ടയാടി തുടങ്ങുമ്പോൾ, കണ്ടതും തേടിയതുമൊന്നും തൃപ്തി തരാതാവുമ്പോൾ ഏതൊരുവനും അവസാനം മുട്ടുകുത്തുന്നത് ഇതുപോലെ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിലാവും. ശാശ്വതമായ ശാന്തിയിലേക്കുള്ള അന്വേഷണത്തിൻ്റെ അവസാന ഇടങ്ങളിലൊന്ന്. എന്നാൽ മറ്റേതൊരു ധ്യാന കേന്ദ്രവും പോലെയല്ല ജെറുസലേം ധ്യാന കേന്ദ്രം. വിശുദ്ധ നാടിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള വിശുദ്ധ ചരിത്രത്തിലെ സംഭവങ്ങൾ, ജപമാല രഹസ്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നു. കൂടാതെ അനേകം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത്ഭുത സിദ്ധിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കുരിശ് ജീവിതത്തിൻ്റെ ഭാരം താങ്ങാനാവാതെ വരുന്നവർക്ക് ഏറെ ആശ്വാസദായകമാണ്. ഈ സവിശേഷതകൾക്ക് പുറമെയാണ് ജെറുസലേമിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ശുശ്രൂഷയുള്ളത്. ഒരുപക്ഷെ ലോകത്ത് മറ്റൊരിടത്തും ഇതുപോലൊരു ശുശ്രൂഷ ഉണ്ടായിരിക്കണമെന്നില്ല. ശൈശവത്തിൻ്റെ കളിമുറ്റത്തും ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയിലും വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ തിരുമുറ്റത്തേക്ക് വചനത്തിൻ്റെ കൈക്ക് പിടിച്ച് നടത്തിക്കുന്ന പ്രത്യേകമായ ഒരു ശുശ്രൂഷയാണിത്. ഈ കൂടാരത്തിൻ്റെ ഓമന മക്കളാണ് നിൽക്കുന്നത്. അവരുടെ സ്വഭാവ വസ്ത്ര സ്വീകരണം കഴിഞ്ഞിട്ട് അധികം നാളുകൾ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവരിന്ന് അവരുടെ സ്വഭാവ വസ്ത്ര സ്വീകരണം കഴിഞ്ഞിട്ട് അവർ പുതിയ ഉടുപ്പുകളുമായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അവർ വചനങ്ങൾ പറയും. കുഞ്ഞുങ്ങൾ വചനം പറയുന്നത് ഉണ്ണിമിശിഹ വചനം പറയുന്നത് പോലെ തന്നെയാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കൈകളടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാം. വചനം വന്നു പറഞ്ഞു. ശരിയാ, ഞാൻ വഴിയും സത്യവും ജീവനുമാവുന്ന കൈയടിച്ച് കർത്താവിന് നന്ദി പറയും. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഒരിക്കൽ ഒരാൾ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അയാൾ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അയാളുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചെടുത്ത് മുറിപ്പെടുത്തി അവിടെ ഇട്ട് ഓടിപ്പോയി. ആ വഴിയിൽ കൂടെ പുരോഹിതൻ വന്നു. അയാളെ കണ്ടപ്പോൾ മറുവശത്തോടെ കടന്നുപോയി. പിന്നെ ഒരു ലേവായൻ വന്നു. അയാളെ കണ്ടെങ്കിലും ഒന്നും ചെയ്യാതെ കടന്നുപോയി. പിന്നീട് നല്ല സമരിക്കാരൻ വന്നു. അയാൾ കിടക്കുന്ന കണ്ടപ്പോൾ കൈത്തപ്പുറത്ത് നിന്ന് ഇറങ്ങി മുറികളെല്ലാം എണ്ണയും
വീഞ്ഞും ഒഴിച്ച് കെട്ടി തൻ്റെ കൈതപ്പുറത്ത് കയറ്റി സത്രത്തേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസം രാവിലെ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദിനാർ കൊടുത്തിട്ട് പറഞ്ഞു, ഇയാൾ വേണ്ടതെല്ലാം ചെയ്തു കൊള്ളണം. ഇനി വല്ലത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഈ നല്ല സമരിക്കാരൻ്റെ പോലെ നാം മറ്റുള്ളവരെ സഹായിക്കണം. പുഞ്ചിരിച്ച് ചാടി ചാടിയോടി വരും കുഞ്ഞു കയ്യിൽ സന്തോഷം. കുഞ്ഞു തുമ്പി പൂത്തുമ്പി തുമ്പി തുമ്പി പൂത്തുമ്പി കുഞ്ഞു തുമ്പി പൂത്തുമ്പി തുമ്പി തുമ്പി പൂത്തുമ്പി കുഞ്ഞു തുമ്പി പൂത്തുമ്പി. കൈകളടിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പാട്ടൊന്ന് പാടാം. നമുക്ക് കുട്ടികളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ബൈബിൾ ഗ്രാമത്തിലെ കുട്ടികൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. സന്തോഷം കുഞ്ഞു തുമ്പി പുത്തുമ്പി ചിരി ചിരി പുഞ്ചിരിച്ച് ചാടി ചാടിയോടി വരും കുഞ്ഞു കയ്യിലെ സന്തോഷം കുഞ്ഞു തുമ്പി പുത്തുമ്പി തുമ്പി തുമ്പി പുത്തുമ്പി കുഞ്ഞു തുമ്പി പുത്തുമ്പി തുമ്പി തുമ്പി പുത്തുമ്പി കുഞ്ഞു തുമ്പി പുത്തുമ്പി ചിരി ചിരി പുഞ്ചിരിച്ച് ചാടി ചാടിയോടി വരും കുഞ്ഞു കയ്യിലെ സന്തോഷം കുഞ്ഞു തുമ്പി പുത്തുമ്പി ചിരി ചിരി നടക്കുന്നു, നടക്കുന്നു. കൈകൾ വീശി, കൈകൾ വീശി, വീശി. ലക്ഷ്യമാക്കിയോടെ യാത്ര ചെയ്യുന്ന എല്ലാ കുഞ്ഞു പൈതങ്ങളുടെ മേലും നിന്റെ കാരുണ്യത്തിന്റെ കര നീട്ടണമേ യേശുവേ. ബാലനായ യേശുവേ, പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിമിശിഹായേ, നിന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് ഓരോ കുഞ്ഞിനെയും തൊടണമേ. നീ വേഗം വരണമേ. എല്ലാവരും വിളിക്കുക, യേശുവേ. വിളിച്ചുകൊണ്ട് യേശുവേ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ, അമ്മമാരുടെ ദുഃഖങ്ങൾ അറിയുന്ന യേശുവേ, കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ അറിയുന്ന യേശുവേ, എല്ലാവരിലും നീ കാണണമേ. അമ്മമാർ കുഞ്ഞുങ്ങളുടെ കരങ്ങൾ പിടിച്ച് പതിക്കലും ഉയർത്തി പിടിച്ചുകൊണ്ട് കത്താനെ സ്തുതിക്കുക. കുഞ്ഞുങ്ങളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് കത്താനെ സ്തുതിക്കുക. ഇടം വലം തിരിഞ്ഞ് നോക്കരുത്, കണ്ണുകൾ അടച്ചുകൊണ്ട് കത്താനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, ഈ അമ്മയുടെ കുഞ്ഞ ഒരു വിശുദ്ധനായ കുഞ്ഞായി മാറട്ടെ, വിശുദ്ധയായ കുഞ്ഞായി മാറട്ടെ. ഓരോ കുഞ്ഞുങ്ങളെ നീ വളർത്തി
ശൂന്യമായി മാറട്ടെ. യേശുവേ, സ്വർഗ്ഗത്തോളം സ്വരമുയരട്ടെ. കുഞ്ഞുമക്കൾ എല്ലാവരും വിളിക്കുക, യേശുവേ, യേശുവേ, യേശുവേ. ആകാശം ചായ്ച്ച് താഴേക്ക് ഇറങ്ങട്ടെ. ഉണ്ണി മിശിഹായേ, ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ വരണമേ. സ്വർഗം താണിറങ്ങട്ടെ. ഇവിടെ വിശുദ്ധ ഭൂമിയായി തീരട്ടെ. വിശുദ്ധന്മാരെ കൊണ്ട് നിറയട്ടെ. വിശുദ്ധകൾ കൊണ്ട് നിറയട്ടെ. തിരുസഭ പുതുമുഖമണിയട്ടെ. യേശുവേ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുടെ മേൽ കരം നീട്ടണമേ. യേശുവേ, സ്വർഗമേ, സമ്പൂർണ്ണമായി ആരാധിച്ച മുഴു മനസ്സോടെ ആരാധിച്ച സർവശക്തിയോടെ ആരാധിച്ച നിന്റെ കണ്ണുനീരിന്റെ ചരിത്രം ഓർക്കുമ്പോഴെല്ലാം നിന്റെ സവിധത്തിൽ വന്ന് നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ എത്രയോ കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കണ്ണുനീരിന്റെ ചരിത്രം ഓർക്കുമ്പോൾ, നിന്റെ കുഞ്ഞിന്റെ കണ്ണുനീരിന്റെ ചരിത്രം ഓർക്കുമ്പോൾ, നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീരിന്റെ ചരിത്രം ഓർക്കുമ്പോൾ, നിന്റെ സവിധത്തിൽ വന്ന് നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ എത്രയോ കാലമായി അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു. ദൈവമേ, കണ്ണുനീരിന്റെ കൈക്കുമ്പിളുമായി കടന്നു വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും നീ ആശ്വസിപ്പിക്കണമേ. രാത്രിയുടെ യാമങ്ങളിൽ ആദരകേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് പായുന്ന ചീറിപ്പായുന്ന വാഹനങ്ങളുടെ കൂടെ ഉണ്ണീശോയെ നീ കൂടെ ഉണ്ടാകണമേ. കുഞ്ഞുങ്ങളുടെ രോഗം എന്താണെന്ന് പോലും പറയുവാൻ സാധിക്കാതെ അവർ വിങ്ങിക്കരയുമ്പോൾ കുഞ്ഞുങ്ങളുടെ രോഗവിവര നിർണയം നടത്തുവാൻ ഡോക്ടർമാർക്ക് പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹം കൊടുക്കണമേ. അമ്മമാരുടെ കണ്ണുനീരിന് മുമ്പിൽ അലിയുവാൻ, കാരുണ്യം കാണിക്കുവാൻ നീ അവർക്ക് കൃപയും വരവും മക്കളെ. യേശുവേ, കുഞ്ഞുമക്കൾക്ക് നൽകാനായിരിക്കുന്ന അനുഗ്രഹത്തിന്റെ തീർത്ഥജലവും ഇപ്പോൾ അഭിഷേകം ചെയ്യാനായിട്ടുള്ള എണ്ണദ്രവ്യം ഇവിടെ ആസ്വദിക്കപ്പെടാൻ പോവുകയാണ്. അവിടെ ഇരിക്കുന്നവരെ എല്ലാവരും ഇരിക്കുക. ഇരുന്നു കൊണ്ട് വലതുകരം ഉയർത്തുക, തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നന്ദി, പിതാവേ, സ്തോത്രം, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് നൽകാനായിരിക്കുന്ന ഈ തീർത്ഥജലത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ തേൻകനിയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവ്, എണ്ണദ്രവ്യത്തിനെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഓരോന്നിലും വന്ന് നിറയുവാൻ ഇടവരുത്തണമേ. ദൈവത്തിന്റെ ശക്തമായിരിക്കുന്ന സംരക്ഷണം എല്ലാവരിലും വന്ന് നിറയുവാൻ കർത്താവിന് ഇടവരുത്തണമേ. ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, നീ വന്ന് നിറയണമേ. ദൈവിക ദാനങ്ങൾ കൊണ്ട് നിറയണമേ. പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. കുഞ്ഞുമക്കൾക്ക് നൽകാനായിരിക്കുന്ന ഈ തേൻകനി ഔഷധ വീര്യമുള്ളതായി തീരട്ടെ.
കുഞ്ഞുമക്കൾക്ക് നൽകാനിരിക്കുന്ന ഈ തീർത്ഥജലത്തെ നീ അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ പൊട്ടിപ്പുറപ്പെടുന്ന തിരുലിഖിതം ഇവിടെ നിറവേറപ്പെടട്ടെ. അബ്രാഹത്തിന് ചെയ്ത അഭിഷേകം പോലെ, ദാവീദിന് ചെയ്ത അഭിഷേക തൈലം പോലെ ഇവിടെ ഇരിക്കുന്ന എണ്ണ ദ്രവ്യത്തിൽ നീ വന്ന് നിറയണമേ. കർത്താവ് ഇരുകരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നീ വന്ന് നിറയണമേ. യേശുവേ നന്ദി പിതാവേ, സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി യേശുവേ, നന്ദി പിതാവേ. കൈകളടിച്ചുകൊണ്ട് ഒരു ഗാനം ആലപിക്കാൻ നമ്മൾ പോകുകയാണ്. കർത്താവിന്റെ അനന്തമായിരിക്കുന്ന കൃപകൾ കൊണ്ട് നിറയട്ടെ. ദൈവിക ശക്തിയാൽ ഓരോരുത്തരും പൂരിതമായി തീരട്ടെ. ദൈവത്തിന്റെ വാഗ്ദാനമായി പരിശുദ്ധാത്മായി വന്ന് നിറയണമേ. കർത്താവെ, സ്നേഹ സമർപ്പണത്തിനായി ഞങ്ങൾ ഇതാ ഒരുങ്ങുന്നു. ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന മക്കൾ, ഞങ്ങൾക്ക് ദാനമായിരിക്കുന്ന സമ്പത്ത്, ഞങ്ങൾക്ക് ദാനമായി കിട്ടിയിരിക്കുന്ന ആരോഗ്യം, ഞങ്ങൾക്ക് ദാനമായി കിട്ടിയിരിക്കുന്ന കഴിവുകൾ ഇതാ നിന്റെ കരങ്ങൾക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. സമർപ്പണ പാത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവെ അനർഗളമായ വചനധാരയാണ് ഈ കുഞ്ഞിളം ചുണ്ടിൽ നിന്ന് വാർന്നു വീഴുന്നത്. ഉപമകളും അതിൻ്റെ അർത്ഥതലങ്ങളും ഇവർക്ക് നന്നായി അറിയാം. പ്രത്യേകമായ ഒരു ദർശനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഫാദർ ഡേവിസ് പട്ടത്ത് ഈ ശുശ്രൂഷയ്ക്ക് രൂപം കൊടുത്തത്. കളിത്തൊട്ടിലിൽ ചാഞ്ചാടവേ തന്നെ അമ്മയുടെ താരാട്ടുപാട്ടിൻ്റെ മാധുര്യം കേൾക്കും മുമ്പേ വചനത്തിൻ്റെ സംഗീതം ഈ കുഞ്ഞുങ്ങൾ ഹൃദയസ്ഥമാക്കി തുടങ്ങുന്നു. ഏതെങ്കിലും ജീവിത ദുരന്തങ്ങളുടെ തീരത്ത് വെച്ചോ സങ്കടങ്ങളുടെ ഓരത്ത് വെച്ചോ മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ തിരിയേണ്ടത്. മറിച്ച് ജന്മത്തിൻ്റെയും ജനനത്തിൻ്റെയും പുതുനാമ്പ് മുളച്ചു തുടങ്ങുമ്പോൾ തന്നെ വചനം നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെയും ജന്മത്തിൻ്റെയും അന്ത്യം വരെയും അത് നമ്മോടൊപ്പമുണ്ടാകും. പാതയിൽ പ്രകാശമായി, പാദങ്ങൾക്ക് വിളക്കായി. ആട്ടുതൊട്ട് നീ അനുഗ്രഹിക്കണമേ. ദൈവ സാന്നിധ്യമായി ഇത് മാറട്ടെ. രോഗികളായ കുഞ്ഞുമക്കൾ കിടക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. ആന്തരികമായ മുറിവുകളെ സൗഖ്യപ്പെടുത്തുവാനുള്ള പ്രത്യേകമായ വരവും കൃപയും കർത്താവിന് നൽകി അനുഗ്രഹിക്കണമേ. പൗരോഹിത്വരങ്ങളാലെ അഭിഷേകം മുദ്രകുത്തി അനുഗ്രഹിക്കുന്നു. മാതാവിന്റെ ആട്ടുതൊട്ടിലായി മാതം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഈശോയെ നന്ദി സ്തോത്രം.
ഔഷധ വീര്യമുള്ള തീർത്ഥജലമായി രൂപാന്തരപ്പെടുത്തണമേ. ഇത് കഴിക്കുന്നവരെ കുഞ്ഞുങ്ങളിൽ നിന്നും ആത്മശരീര സൗഖ്യം നൽകുവാൻ യേശുവെ കൃപ ചെയ്യണമേ. ബെത്സൈദായി നടന്ന അത്ഭുതം, കാൽവരി മലയിലെ അത്ഭുതം, പ്രധാനത്തിന് ഒരു കസേരയും സ്ഥലവും ക്രമീകരിച്ചു കൊടുക്കുക. അനുസരണത്തിൻ മാതൃകയായി തെന്നും വളരേണം. ദൈവപിതാവിൻ കൽപ്പനയെന്നും കാത്തുപുലർത്തേണം. അനുസരണത്തിൻ മാതൃകയായി തെന്നും വളരേണം. സ്നേഹത്തിൻ പൂത്തിരികൾ നിന്നുടെ കരളിൽ തെളിയണം. നല്ലവരായി വളർന്നീ ഭൂമി നന്മ നിറയ്ക്കേണം. സ്നേഹത്തിൻ പൂത്തിരികൾ നിന്നുടെ കരളിൽ തെളിയണം. നല്ലവരായി വളർന്നീ ഭൂമി നന്മ നിറയ്ക്കേണം. കുഞ്ഞി പൊൻവടി മുത്തേയമ്മയ്ക്കെന്നും കൺമണിയേ, കുഞ്ഞിക്കണ്ണ് തുറന്നു ചിരിക്കും അരുവത്തിന്നിനിയേ. നിന്നെ പാടിയുറക്കാനീശ്വരനാഥൻ വന്നിടും. നിന്നുടെ ഓമൽ കവിളിൽ പാലൊളി മുത്തം തന്നിടും. ഈശോയെ, നിന്റെ കൈകളിലേക്ക് കുഞ്ഞിനെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഓമന കുഞ്ഞായി നീ രൂപാന്തരം പ്രാപിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയുടെ കൈകളിലേക്ക് പരിശുദ്ധമ്മയുടെ കൈകളിലേക്ക് അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ട് അനുഗ്രഹം നിശ്ചയമായി കുഞ്ഞു രൂപാന്തരത്തിലെത്തിയെന്ന് പ്രാർത്ഥിച്ച അപേക്ഷ അനുഗ്രഹിക്കുന്നു. മാനത്തമ്പിളി മാമനുണർന്നു പൂവെള്ളിച്ചിരിയാ. എന്നേകത്തിൻ ചിറകിലണഞ്ഞു കാവൽ ദൂതന്മാർ. മാനത്തമ്പിളി മാമനുണർന്നു പൂവെള്ളിച്ചിരിയാ. എന്നേകത്തിൻ ചിറകിലണഞ്ഞു കാവൽ ദൂതന്മാർ. കുളിരു നിനക്കു പകർന്നേകാൻ പോന്തെന്നൽ വരവായേ. കഴുകി താലോലിക്കാൻ വാനവവൃന്ദം നിരയായേ. കുളിരു നിനക്കു പകർന്നേകാൻ പോന്തെന്നൽ വരവായേ. കഴുകി താലോലിക്കാൻ വാനവവൃന്ദം നിരയായേ. കുഞ്ഞി പൊന്മണി മുത്തേയമ്മയ്ക്കെന്നും കൺമണിയേ, കുഞ്ഞിക്കണ്ണ് തുറന്നു ചിരിക്കും അരുവത്തിന്നിനിയേ. നിന്നെ പാടിയുറക്കാനീശ്വരനാഥൻ വന്നിടും. നിന്നുടെ ഓമൽ കവിളിൽ പാലൊളി മുത്തം തന്നിടും. കുഞ്ഞുങ്ങളെ തൊട്ടിൽ കിടത്തി കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കണം. അവർക്ക് തേൻകനി, പ്രത്യേകം അരികത തേൻകനി ഇപ്പോൾ അവിടെ തന്നെ വന്ന് നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കുക.
ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ സമ്മാനമായ ഉദരഫലം കിട്ടിയ ദമ്പതികളുടെ മക്കളാണിവർ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വചനത്തിൻ്റെ മക്കൾ. ഒപ്പം കെടുത്തിക്കോ. കൊച്ചുണ്ണി ഈശോയെ നീ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. ദൈവസ്നേഹത്താൽ നീ നിറയ്ക്കണമേ. അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ ജെറൂസലത്തിലെ അമ്മയും കുഞ്ഞും ശുശ്രൂഷ വളർന്നു വലുതാകാണ്ട് വരത്തണമെന്ന് പ്രാർത്ഥിച്ചപേക്ഷ അനുഗ്രഹിക്കുന്നു. അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈശോയെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഉണ്ണിക്കുട്ടന്മാര്, ഉണ്ണികളെ ഈശോയെ അനുഗ്രഹിക്കണം. ഈശോയെ അനുഗ്രഹിക്കണം. ഉണ്ണി കുഞ്ഞുമക്കളുടെ മേൽ കരുണാപേക്ഷിക്കണമേ. കുഞ്ഞുങ്ങളെ അഭിഷേകതയിലും പുരട്ടി അനുഗ്രഹിച്ച് ആസ്വദിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. അമ്മയെയും കുഞ്ഞിനെ അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. അമ്മയെയും കുഞ്ഞിനെ അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. അമ്മയെയും കുഞ്ഞിനെ അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. അമ്മയെയും കുഞ്ഞിനെ അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. അമ്മയെ